പുതിയ ചങ്ങാതി? ഞാനിവിടെ ഉണ്ട്. എവിടെ എവിടെ? നിനക്കെന്നെ കണ്ടുകൂടെ? ഞാൻ ഇവിടെ ഉണ്ട്. എവിടെ? ഈ പൂവിൽ. പൂവിലോ? ഇതൊരു പൂവാണല്ലോ. ഇത് പൂവല്ല, ഇത് ഞാനാ. ഹായ്, എന്താ അത്ഭുതം! നിനക്കെങ്ങനെ നിറം മാറാൻ കഴിഞ്ഞു? നീ എന്തിനാ പട്ടിയെ കണ്ട് ഓടി ഒളിച്ചത്? അതുപോലെ ഞാനും ഈ പൂവിന്റെ കൂട്ടത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സൂത്രം. നിറം മാറിയാണെന്ന് മാത്രം. ഹായ് കുഞ്ഞുങ്ങൾ, പേടിക്കണ്ട, കുഞ്ഞുങ്ങളെ വന്ന് നോക്കിക്കോളൂ. പേടിക്കണ്ട മക്കളെ, പൂപ്പി നിങ്ങളൊന്നും ചെയ്യില്ല. അപ്പൊ കോഴിയമ്മേ, എനിക്കൊരു സംശയം. കോഴിയമ്മയും ഇതുപോലെ മുട്ട വിരിഞ്ഞല്ലേ വന്നത്? അതെ, എന്താ സംശയം? അപ്പോ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? വാ പൂപ്പി. ഹായ്, അതിശയം തന്നെ. ഇതാണ് ഞങ്ങളുടെ വീട്. വീടോ? ഇതൊരു കൊട്ടാരം പോലെയുണ്ട്. ആ, അതുപോലൊക്കെ തന്നെ. ഇവിടെ എല്ലാവർക്കും ഓരോ ജോലിയുണ്ട്. ഈ നിൽക്കുന്നതാണ് പാറാവുകാരൻ. ആ പോകുന്നത് ജോലിക്കാരാണ്. അപ്പോ നിങ്ങൾ ഒത്തിരി പേരുണ്ടല്ലേ? ആ അതെ, ഒത്തിരി പേർ. റാണി, പിന്നെ ആൺ തേനീച്ചകൾ, പിന്നെ ഞങ്ങൾ ജോലിക്കാർ. പെൺ തേനീച്ചകളാണ് ജോലിക്കാരാവുന്നത്. വാ, എല്ലാവരെയും കാണിച്ചു തരാം. നമുക്ക് കുറച്ച് പഴങ്ങൾ ശേഖരിച്ച് ഒരു മരത്തിന്റെ ചോട്ടിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് ഒളിച്ചിരിക്കാം. പക്ഷി വരുമ്പോ പിടിക്കാലോ. ഇത് തന്നെ പക്ഷി, ഇത് തന്നെ. ഇതെന്തൊരു പക്ഷി? തലകീഴായി തൂങ്ങിക്കിടക്കുന്നോ? അയ്യോ, എന്നെ വിടൂ. പേടിക്കണ്ട, നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കില്ല.
പറയൂ, നീ ആരാണ്? ഞാനൊരു വവ്വാലാണ്. ഞാൻ ഈ പഴങ്ങൾ തിന്നാൻ വന്നതാണ്. ആഹാ, നീയാണല്ലേ മരച്ചോട്ടിലും മറ്റും അപ്പോ പഴങ്ങൾ കൊണ്ടുവെക്കുന്നത്? ദയവായി ക്ഷമിക്കൂ, എന്റെ കുഞ്ഞിന് വേണ്ടി പറിച്ചതാവയൊക്കെ. പഴങ്ങൾ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇത് ചെയ്യുന്നതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്നെ പിടിച്ചത്. ഇനി പൊയ്ക്കൊള്ളൂ, ഞങ്ങളെല്ലാം ഇനി നിന്റെ ചെങ്ങാതിമാരാണ്. ആരാത്? ആരാണ്? ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, എന്നെ രക്ഷിക്കണം. എന്റെ പിന്നാലെ ഒരു പൂച്ച വരുന്നുണ്ട്. അതെന്നെ പിടിക്കും. പേടിക്കണ്ട, അകത്തേക്ക് കേറിക്കോളൂ. നീയെങ്ങാനും ഒരു പല്ലിയെ കണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഇവിടെ പല്ലിയുടെ മണമുണ്ടല്ലോ. ഏയ്, നീ എന്താ ചെയ്യുന്നത്? നീ അന്വേഷിക്കുന്ന പല്ലി ഇവിടെയെങ്ങും ഇല്ല. പൊയ്ക്കോ ഇവിടുന്ന്. ഹോ, നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി ഞാൻ പോട്ടെ. വേണ്ട വേണ്ട, ആ കുഞ്ഞി പൂച്ച ഇവിടെ എവിടെയോ ഉണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. അതുവരെ നീ ഒരിടത്തും പോകരുത്. ശരി, ഞാൻ ഒരിടത്തും പോയില്ല. അത്ഭുതം തന്നെ, നിനക്ക് എങ്ങനെ ചുവരിലൂടെ നടക്കാൻ കഴിഞ്ഞു? ഓ, അതോ, ഇത് ഞങ്ങൾ പല്ലികളുടെ ഒരു കഴിവാണ്. ഇനിയും ഇതുപോലെ വേറെ വല്ല സൂത്രം ഉണ്ടോ ചങ്ങാതി? സൂത്രങ്ങൾ ഇനിയുമുണ്ട്. മറ്റൊരിക്കൽ കാട്ടിത്തരാം. കാക്കച്ചിയുടെ കൂട്ടിൽ പുള്ളിക്കുയിൽ മുട്ടയിടുന്നത് ആരാണ് കണ്ടത്? അവൾ എന്റെ കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. കാക്കച്ചി പറയുന്നത് സത്യമാണോ? എന്താ, നിങ്ങൾക്ക് കൂടില്ലേ? കൂടൂല, ഒരു മണ്ണാങ്കട്ടയുമില്ല. ക്ഷമിക്കൂ, കോഴിയമ്മ ചോദിക്കട്ടെ. ഞങ്ങൾ കുയിലുകൾക്ക് കൂടുകൂട്ടി ശീലമില്ല. മുട്ടയിടാൻ സമയമാകുമ്പോ പുള്ളിക്കുയിലിനെയും കൂട്ടി ഞാൻ കാക്കയുടെ കൂടിനടുത്തേക്ക് പോകും. ഞാൻ പറഞ്ഞില്ലേ കൂടില്ലാത്തോണ്ടല്ലേ? ഞങ്ങൾ ആൺകുയിലുകൾ ശബ്ദം ഉണ്ടാക്കി കാക്കകളുടെ ശ്രദ്ധ തിരിക്കും. അപ്പോഴേക്കും പുള്ളിക്കുയിൽ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടും. അപ്പൊ നീ കാക്കച്ചിയുടെ കൂട്ടിൽ മുട്ടയിട്ടത് സത്യമാണല്ലേ? അമ്പടി കള്ളി, ആ മുട്ടകൾ ഇപ്പോൾ എടുത്തു മാറ്റണം. ഇപ്പൊ വേണം. അയ്യോ, എന്റെ മുട്ടകൾ, എന്റെ കുഞ്ഞുങ്ങൾ. എനിക്കൊരു കൂടുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ചെയ്യില്ലായിരുന്നു. കാക്കച്ചി, മുട്ടകൾക്കുള്ളിൽ കുഞ്ഞുങ്ങളാണ്. അവർ വിരിഞ്ഞു പുറത്തു വരുമ്പോ കാക്കയെയോ കുയിലിനെയോ അല്ല തിരയുന്നത്, അമ്മയെയാണ്. പക്ഷെ കോഴിയമ്മേ, കുഞ്ഞുങ്ങൾ എന്നും കുഞ്ഞുങ്ങളാണ്. അവർക്കറിയാത്ത കാര്യത്തിന് നമ്മൾ അമ്മമാർ അവരെ ശിക്ഷിക്കരുത്.